താമരശ്ശേരിയിൽ സ്കൂൾ വിദ്യാർത്ഥിയുടെ വാട്ടർ ബോട്ടിലിൽ നിന്ന് വ്യാജമദ്യം കണ്ടെത്തിയതിൽ ഒളിവിലുള്ള കുട്ടിയുടെ രണ്ടാനച്ഛനായി അന്വേഷണം ഊർജിതമാക്കി പോലീസ്. വ്യാജമദ്യം ഉണ്ടാക്കാൻ കുട്ടികളെ രണ്ടാനച്ഛൻ ഉപയോഗിച്ചിട്ടുണ്ടോ എന്നാണ് പോലീസ് പരിശോധിക്കുന്നത്. വിദ്യാർത്ഥിയുടെ വീടിന് സമീപത്തുള്ള റബ്ബർ തോട്ടത്തിൽ നിന്ന് ചാക്കിൽ കെട്ടിയ നിലയിൽ 56 കുപ്പി നാടൻ വാറ്റ് പോലീസ് കണ്ടെടുത്തിട്ടുണ്ട്. ശരത് SS വിവരങ്ങളുമായി ചേരുന്നുണ്ട് കോഴിക്കോട്ട് നിന്ന്. ശരത്, ഇന്നലെ വലിയ ഞെട്ടലുണ്ടാക്കുന്ന വാർത്തയാണ് നമുക്ക് മുമ്പിലേക്ക് എത്തിയത്. ഇതിനൊരു വിൽപ്പനയുടെ സ്വഭാവം ഉണ്ടായിരുന്നു എന്നൊക്കെ സംശയം പോലീസിനുണ്ട്. എന്താണ് പോലീസിന്റെ ഇതുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണം? ഏത് ഘട്ടത്തിലാണ് ശരത് SS? ഗുഡ് മോർണിംഗ് രജിത്ത്, റോഷ്നി. അതായത് സംഭവത്തിൽ എന്തായാലും പോലീസ് പ്രതിക്കായി അന്വേഷണം ഊർജിതമാക്കിയിരിക്കുകയാണ്. ഈ പറയുന്ന പോലെ മുഖ്യപ്രതി കുട്ടിയുടെ രണ്ടാം അച്ഛൻ തന്നെയാണ്. ഇയാൾ വ്യാജവാറ്റ് ഉണ്ടാക്കുകയും വിൽപ്പന നടത്തുകയും ചെയ്യുന്ന ആളാണെന്ന് പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിൽ ഇന്നലെ വീട്ടിൽ നടത്തിയ പരിശോധനയിൽ 56 ലിറ്റർ, അതായത് 56 കുപ്പി വ്യാജവാറ്റുകൾ കണ്ടെത്തി. അതായത് 28 ലിറ്ററോളം വരുന്ന വാറ്റുകളാണ് ഇത്തരത്തിൽ കണ്ടെത്തിയിട്ടുള്ളത്. ഇതുൾപ്പെടെ വിൽപ്പനയ്ക്ക് കരുതിയതായിരുന്നു എന്നുള്ളതാണ് പോലീസിന്റെ കണ്ടെത്തൽ. എന്തായാലും പ്രതിക്കായി ഇപ്പോൾ അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട്. സംഭവത്തിൽ ഈ 2 കുട്ടികളെയും പോലീസും അധ്യാപകരും പിടികൂടിയതിന് പിന്നാലെ ഈ രണ്ടാനച്ഛൻ ഒളിവിൽ പോയിട്ടുണ്ട് എന്നുള്ളതാണ് പോലീസ് കണക്കാക്കുന്നത്. ഈ നിലവിൽ ഇയാൾ ഈ വീടിന് സമീപത്ത് പഠിച്ചെടുത്ത് ഒന്നും തന്നെ ഇല്ല, മറ്റെവിടേക്കോ മാറിയിട്ടുണ്ട്. മൊബൈൽ ഫോൺ ഉൾപ്പെടെ ഒഴിവാക്കിയിട്ട് ഒളിവ് കേന്ദ്രത്തിലേക്ക് മാറി എന്നുള്ളതാണ് പോലീസിൽ നിന്ന് നിലവിൽ അറിയാൻ സാധിച്ചത്. എന്നാലും അയാൾക്കായുള്ള അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ടെന്ന് താമരശ്ശേരി പോലീസ് അറിയിച്ചിട്ടുണ്ട്. ഇത്തരത്തിൽ വിദ്യാർത്ഥികളെ ലഹരി വിൽപ്പനയുടെ ഭാഗമാക്കിയിട്ടുണ്ടോ, ഏതൊക്കെ തരത്തിലുള്ള നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾ ഇയാൾ നടത്തിയിട്ടുണ്ട് തുടങ്ങിയ കാര്യങ്ങളാണ് പരിശോധിക്കുന്നത്. നിലവിൽ അബ്കാരി ആക്ട് പ്രകാരമാണ് പ്രതിക്കെതിരെ കേസ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. പക്ഷേ ബാലാവകാശ കേസടക്കം അത്തരം വകുപ്പുകൾ കൂടി ഇയാൾക്ക് എതിരെ ചുമത്താൻ സാധ്യതയുണ്ട്. കാരണം അത്തരത്തിലുള്ള വകുപ്പുകൾക്ക് സാധ്യതയുണ്ട്. കുട്ടികളെ മറയാക്കി ലഹരി വിൽപ്പന നടത്തുന്നു, കുട്ടികൾക്ക് മദ്യം നൽകുന്നു, അങ്ങനെ വാറ്റുണ്ടാക്കാൻ ഉൾപ്പെടെ കുട്ടിയുടെ സഹായം ഉൾപ്പെടെ ഇയാൾ തേടിയിട്ടുണ്ട് തുടങ്ങിയ വിവരങ്ങളൊക്കെ തന്നെ പോലീസിനുണ്ട്. അതൊക്കെ കണക്കാക്കിയിട്ട് കൂടുതൽ വകുപ്പുകൾ കൂടി പ്രതിക്കെതിരെ ചുമത്താനായിരിക്കും എന്തായാലും അന്വേഷണ സംഘം നീങ്ങുക.